ഇത് കാണുമ്പോൾ നിങ്ങളിപ്പോൾ വിചാരിക്കുകയായിരിക്കും, അയ്യോ നിജി മാറിപ്പോയി, 2024 അല്ലടാ 2025 ഞാൻ മനഃപൂർവ്വം മാറ്റിയത് തന്നെയാണ്. 2024 എൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു ഓർമ്മ പുതുക്കൽ പോലെ കാണിക്കാനായിട്ട് പോണത്. അപ്പോൾ എല്ലാവർക്കും യേശുവിൻ്റെ വൃന്ദാവനത്തിലേക്ക് വീണ്ടും സ്വാഗതം. 2024 ജനുവരി മാസത്തിലാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അതായത് മകരമാസത്തിലെ പൊങ്കാല ഞാൻ ഇന്നേ വരെ എൻ്റെ ജീവിതത്തിൽ ഇട്ടിട്ടേ ഇല്ല. അപ്പോൾ ഈ വർഷം, അതായത് 2020, ഈ വർഷം ഒന്നും പറയാൻ പറ്റില്ലല്ലോ, 2024 ഞാൻ ആദ്യമായിട്ട് മകരപ്പൊങ്കൽ വീട്ടിലിട്ട് കോലമൊക്കെ വരച്ച് ഒരു ഗണപതിനെയൊക്കെ മഞ്ഞൾപ്പൊടിയിലൊക്കെ ഉണ്ടാക്കി വെച്ച് ഇതാ കാർ ഷെഡിൽ അവിടെ അടുപ്പൊക്കെ കൂട്ടി പൊങ്കാലയിട്ട് അന്നേ ദിവസം, അതായത് മകരം 1-ാം തീയതി തന്നെയാണ് അച്ഛനും അമ്മയും അവരാദ്യം താമസിച്ചുകൊണ്ടിരുന്ന വാടക വീടിൽ നിന്ന് മാറി ഇതാ പുതിയ ഈ വീട്ടിലോട്ട് വന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു വീടായിരുന്നു ഇത്. എന്ന് വെച്ചാൽ എന്താ പറയുന്നത്, ആ ഒരു പഴമയുള്ള വീട്, നമുക്ക് കുഞ്ഞിലോട്ട് അറിയാമെന്നുള്ളൊരു വീടുമാണ്, ഭയങ്കര നൊസ്റ്റാൾജിയൊക്കെ തോന്നുന്ന ഒരു വീടായിരുന്നത്. അങ്ങനെ അന്നാണ് അവരവിടെ താമസിക്കാനായിട്ട് കയറിയത്. അപ്പോൾ അമ്മ പാല് കാച്ചിയപ്പോൾ നമ്മളെല്ലാവരും അവിടെ വന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ജനുവരി മാസത്തിലായിരുന്നു ചേട്ടൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ മോളുടെ ബർത്ത്ഡേ. അപ്പം ഞങ്ങൾ അതിനായിട്ട് പോയ സമയത്ത് എന്താ പറയട്ടെ, എനിക്ക് ഭയങ്കര ഒത്തിരി സന്തോഷമുള്ള ഒരു ദിവസം കൂടെ ആയിരുന്നു അതെന്ന് പറയാം. നമ്മുടെ വിവേക് ഗോപനെ അറിഞ്ഞുകൂടാത്ത ആരുമില്ല, നമ്മളെ പരസ്പരത്തിൽ സൂരജ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ വൈഫുമായിരുന്നു അവിടുത്തെ ചീഫ് ഗസ്റ്റ്. അതായത് ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ഫ്രണ്ടാണ് വിവേക് ഗോപൻ. അപ്പോൾ ഞങ്ങളവിടെ ഇരുന്ന സമയത്ത് ഞാനിങ്ങനെ പുള്ളിക്കാരനെ ആരാധനയോടെ നോക്കിയായിരുന്നു. അപ്പോഴാണ് പുള്ളിക്കാരൻ്റെ വൈഫ് ഓടി വന്ന് എനിക്ക് കൈയൊക്കെ തന്നിട്ട് പറഞ്ഞത്, പുള്ളിക്കാരി എൻ്റെ എല്ലാ വ്ളോഗും കാണാറുണ്ട്, ഒത്തിരി ഇഷ്ടമാണ്, ഒരുപാട് കാര്യങ്ങൾ എല്ലാവരെയും അച്ഛനെയമ്മേനെയൊക്കെ ആയിരുന്നാലും അമ്മയായിരുന്നാലും എല്ലാവരും അവർ അന്വേഷിക്കുകയൊക്കെ ചെയ്തപ്പോഴേ ഒരുപാട് സന്തോഷം തോന്നി. ജീവിതത്തിൽ ആദ്യത്തെ ഒരു അനുഭവം കൂടെ ആയിരുന്നേ. ഒരാൾ നമ്മളെ വീഡിയോ കണ്ടിട്ട് ഇങ്ങോട്ട് വന്ന് പറഞ്ഞ് അത് ഒരു സെലിബ്രിറ്റിയും കൂടെ ആയപ്പോഴേക്കും ഒത്തിരി സന്തോഷമായിരുന്നു. പിന്നെ ഫെബ്രുവരി മാസത്തിലാണ് ഞങ്ങൾ ശുചീന്ദ്ര അമ്പലത്തിലോട്ട് പോയത്. മോനൊരു നേർച്ച ഉണ്ടായിരുന്നു, അവിടെ വടമാല ചാർത്തിയിക്കാന്ന് അവിടുത്തെ ഹനുമാൻ സ്വാമി വിളിച്ചാൽ വിളിപ്പുറത്ത് വരണ ഭഗവാനാണല്ലോ. അപ്പം നമുക്ക് അവിടെ ഒരു വടമാല നേർച്ച ഉണ്ടായിരുന്നു, അവിടുത്തെ പ്രധാന നേർച്ചയാണ് വടമാല. അപ്പം നമ്മൾ അത് സമർപ്പിക്കാനായിട്ട് പോണതാണ്. പോണ വഴിക്ക് ഞാൻ നേരത്തെ കണ്ടതുപോലെ അടിപൊളി കാഴ്ചയായിരുന്നു കേട്ടോ. സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരണതൊക്കെ കാണാനായിട്ട് എന്ത് രസമായിരുന്നെന്നറിയാമോ. അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങൾ അമ്പലത്തിലെത്തി, അമ്പലത്തിലൊക്കെ പ്രാർത്ഥിച്ച് അങ്ങനെ കുറേ നല്ല അനുഭവങ്ങളായിരുന്നു. ശുചീന്ദ്ര അമ്പലത്തിൽ പോകാനായിട്ട് തന്നെ പറ്റി. നമുക്കാണെങ്കിൽ ഇവിടെ ബൈപ്പാസ് വഴി പെട്ടെന്ന് പോയിട്ട് വരാനും പറ്റും കേട്ടോ. അങ്ങനെ ഞാനും ചേട്ടനും കേശുവും അനന്തും അച്ഛനും അമ്മയും കൂടെയാണ് അമ്പലത്തിൽ പോയത്. അത് കഴിഞ്ഞ് മാർച്ച് മാസം ആയപ്പോഴേക്ക് പനേരമൂടിലെ അമ്പലത്തിൽ കൊടിയേറ്റായിരുന്നു. പിന്നെ പൊങ്കാലയും അങ്ങോട്ട്, പിന്നെ പൊങ്കാലയുടെ മാസങ്ങളല്ലേ. പിന്നെ അങ്ങോട്ട് 7 ദിവസവും ഞങ്ങൾ അമ്പലത്തിൽ തന്നെ ആയിരിക്കും. അവിടെ രാവിലെ കാപ്പിയുണ്ട്, ഉച്ചയ്ക്ക് അന്നദാനമുണ്ട്, വൈകുന്നേരം ഉണ്ട് വീണ്ടും കാപ്പി. അങ്ങനെ നമ്മൾ എന്താ പറയാനായിട്ട് എപ്പോഴും രാവിലെ നിർമ്മാല്യം തൊഴാൻ പോയതാണ് നിങ്ങൾ ആദ്യം കണ്ടത്. അത് കഴിഞ്ഞ് ഇത് ആറ്റുകാൽ പൊങ്കാലയുടെ തലേന്നാണ്. ആറ്റുകാൽ പൊങ്കാലയും പനീരമൂടിലെ പൊങ്കാലയും ഒരു ദിവസമാണ്. അപ്പം നമ്മൾ ആറ്റുകാൽ പൊങ്കാലയുടെ തലേന്ന് എല്ലാ വർഷവും ഇതുപോലെയൊക്കെ അവിടെ നിന്ന് കാണാനായിട്ട് പോകും കേട്ടോ. ആ ഒരു പൊങ്കാല വൈബ് ഉണ്ടല്ലോ, അത് ഭയങ്കര രസമാണ്. പിന്നെ ചേട്ടൻ്റെ സ്ഥലം അവിടെയല്ലേ, കൊഞ്ചിറവിളയൊക്കെ ആണല്ലോ. അങ്ങനെ ഞങ്ങൾ തലേ ദിവസം പോയി അവിടെ അതൊക്കെ എല്ലാം കണ്ട് പിന്നെ അന്നാണ് കലവും വാങ്ങിച്ചത് പനീരമൂട്ടിൽ പൊങ്കാല ഇടാനായിട്ട്. പിറ്റേന്ന് പനീരമൂട്ടിൽ പൊങ്കാലയാണ്. അപ്പോൾ പണ്ടാര അടുപ്പിൽ തീ കൊളുത്താൻ പോവുകയാണ്. അപ്പോൾ എന്താ പറയാനായിട്ട്, ആറ്റുകാൽ പൊങ്കാല ഞാൻ പനീരമൂട്ട് തന്നെയാണ് ഇടുന്നത്. അങ്ങനെ ആറ്റുകാൽ ഇതുവരെ പോയിട്ടില്ല പൊങ്കാല ഇടാനായിട്ട്. പനീരമൂട്ടിലെ പൊങ്കാല അന്നേ ദിവസം ആയതുകൊണ്ട് അമ്മയെ കളഞ്ഞിട്ട് അങ്ങ് പോകാനായിട്ട് തോന്നൂല, എല്ലാം ഒരേ ആളല്ലേ. അപ്പോൾ പിന്നെ എന്താ പറയാനായിട്ട് നന്ദുവും ആദ്യമായിട്ട് പൊങ്കാല ഇടുകയാണ്. രമ്യ ചേച്ചി ആറ്റുകാൽ പോയി പൊങ്കാല ഇടാനായിട്ട്. അങ്ങനെ നന്ദുവിനെ എൻ്റെ കൂടെ വിട്ട് ഇവിടെ പനീരമൂട്ടിൽ പൊങ്കാല ഇടാനായിട്ട്. അപ്പോൾ അമ്മയാണ്
നന്ദുവിനെ കൂടെ നോക്കിയത് പൊങ്കാലയുടെ കാര്യങ്ങളും എല്ലാം. അത് കഴിഞ്ഞ് ഞാനെന്താ പൊങ്കാല അടുപ്പിൽ അരി ഇടയാണ്. മോനെ കൊണ്ട് അരി വാരി ഇടിയിക്കാമെന്ന് എനിക്കൊരു നേർച്ചയുണ്ടായിരുന്നു. അപ്പോൾ കേശുവിനെ കൊണ്ടാണ് പൊങ്കാല അടുപ്പിൽ ഇതാ അരിയെല്ലാം വാരിയൊക്കെ ഇടിയിച്ചത്. അങ്ങനെ ഐശ്വര്യമായിട്ട് പൊങ്കാല ഇടാനായിട്ടൊക്കെ പറ്റി. അത് കഴിഞ്ഞ് വൈകുന്നേരം പിന്നെ എഴുന്നള്ളത്തുണ്ടല്ലോ, നമ്മുടെ ഉത്സവമല്ലേ. അപ്പോൾ അച്ഛനും അമ്മയും ഇങ്ങോട്ട് താമസിക്കാൻ വന്നിട്ട് ആദ്യത്തെ ഉത്സവവും കൂടെയാണ്, ആദ്യത്തെ പൊങ്കാലയും കൂടെയാണ്, ആദ്യത്തെ എഴുന്നള്ളത്തും കൂടെയാണ്, അങ്ങനെയൊക്കെ പറയും. അപ്പോൾ ആ വീടിൻ്റെ നടയിൽ കൂടെയാണ് അമ്മ എഴുന്നള്ളി പോണത്. അങ്ങനെ അമ്മ അവിടെ പടിക്കയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇടാൻ പറ്റിയത് നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ പനീരമൂട്ടിൽ എഴുന്നള്ളത്ത് വരുമ്പോഴേക്കും നമ്മളെ വീട്ടിൽ നിന്ന് ആ റോഡിൽ കൊണ്ടുവച്ചൊക്കെ ആയിരുന്നു 1-2 പ്രാവശ്യം പടുക്കിയിട്ടത്. ഇപ്പോൾ അത് വീട്ടിൻ്റെ നടയിൽ തന്നെ പടുക്കിടാനായിട്ടൊക്കെ പറ്റിയല്ലോ. അങ്ങനെ അമ്മ എഴുന്നള്ളി വരേണ്ട സമയമായി. പിന്നെ അറിയാമല്ലോ, നമ്മുടെ പനീരമൂട്ടിലെ അമ്മയുടെ ഉത്സവം എന്ന് പറയുന്നത് നമുക്ക് അത് കഴിഞ്ഞേ ഉള്ളൂ. അത്രയ്ക്ക് ഭയങ്കര ഇതല്ലേ, എല്ലാവർക്കും അങ്ങനെയാണല്ലോ, അവരവരുടെ നാട്ടിലെ ഉത്സവം എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേക ഫീലാണ്. അങ്ങനെ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ പയ്യന്മാരെല്ലാവരും കൂടെ ജംഗ്ഷനിൽ അമ്മയുടെ ഒരു രൂപമൊക്കെ വെച്ച് അലങ്കരിച്ചിട്ട് എല്ലാവരുടെ പേരിലും ഈ നാട്ടുകാരുടെ എല്ലാവരുടെ പേരിലും പടുക്കയിടും. അപ്പോൾ നമ്മൾ പൈസ മാത്രം അവിടെ കൊടുത്താൽ മതി. അപ്പോൾ എല്ലാവരുടെ പേരിലുള്ള പടുക്കയും അവിടെ അമ്മയ്ക്കായിട്ട് നമ്മളവിടെ സമർപ്പിച്ചിരിക്കുകയാണ്. അതാണ് അവിടെ ആ എന്താ പറയുക വിളക്കും കാര്യങ്ങളും എല്ലാം കണ്ടത്. അങ്ങനെ കൊട്ടും വാദ്യവും ശിങ്കാരിമേളവും എല്ലാം ആയിട്ട് അമ്മ എഴുന്നള്ളി വരെയാണ്. അമ്മ ചപ്രത്തിലാണ് എഴുന്നള്ളി വരണത്. പണ്ടൊക്കെ ഇവിടെ ആനപ്പുറത്തായിരുന്നു, ഇപ്പം അമ്മ എഴുന്നള്ളി വരണത് ചപ്രത്തിലാണ്. അങ്ങനെ അടിച്ചു പൊളിച്ച് ഉത്സവമൊക്കെ ആഘോഷിച്ചിട്ട് പിറ്റുന്നതാണ് കേശുവിൻ്റെ പിറന്നാൾ ദിവസം. അങ്ങനെ കേശുവിൻ്റെ പിറന്നാളിൻ്റെ അന്ന് കേശു അംഗൻവാടിയിലാണല്ലോ പഠിക്കണത്. അപ്പോൾ ആ ഒരു 2-3 വർഷം ഞങ്ങൾ അംഗൻവാടിയിലായിരുന്നു പിറന്നാൾ ആഘോഷിക്കണത്. അപ്പോൾ ഇന്നും അതുപോലെ അംഗൻവാടിയിൽ പോയിട്ട് അവിടെ നിന്നാണ് കേക്കെല്ലാം കട്ട് ചെയ്തത്. അപ്പോൾ രമ്യ ചേച്ചിയുണ്ട്, ഞാനും ചേട്ടനും ഉണ്ട്, പിന്നെ കേശുവിൻ്റെ ടീച്ചറും കേശുവിൻ്റെ ഫ്രണ്ട്സും എല്ലാവരും ചേർന്ന് പിറന്നാൾ ആഘോഷിച്ച് സദ്യ ഉണ്ടാണ് കേശു. ഇനിതാ അടുത്ത് വലിയ സെലിബ്രേഷൻ. പിറന്നാൾ കഴിഞ്ഞ് ആ 2 ദിവസം കഴിഞ്ഞ് ആ ഒരു ഞായറാഴ്ചയാണ് കേശുവിൻ്റെ ബർത്ത്ഡേ നമ്മൾ ഭയങ്കര രീതിയിൽ സെലിബ്രേറ്റ് ചെയ്തത്. ദൈവം സഹായിച്ച് മോൻ്റെ 4 വയസ്സ് 4ാമത്തെ ബർത്ത്ഡേ വരെ നമുക്ക് നല്ല രീതിയിൽ ആഘോഷിക്കാനായിട്ട് പറ്റി. എല്ലാവരെയും വിളിച്ച് ഫ്രണ്ട്സിനെ എല്ലാവരെയും വിളിച്ചൊക്കെ ആഘോഷിക്കാനായിട്ട് പറ്റി. അപ്പം നമ്മൾ അന്ന് ബൊഫയൊക്കെ ആയിരുന്നു, എല്ലാം നമ്മൾ വീട്ടിൽ തന്നെ കുക്ക് ചെയ്ത ആഹാരമായിരുന്നു കേട്ടോ. അങ്ങനെ കേശു ഭയങ്കര സന്തോഷത്തിൽ ഭയങ്കര ഹാപ്പിയാണ്. നമുക്ക് അത് കഴിഞ്ഞല്ലേ വേറെ എന്തേ ഉള്ളൂ. ഇപ്പം പിറന്നാൾ തന്നെ നമ്മൾ ചെറിയ രീതിയിൽ ആഘോഷിച്ചപ്പോൾ ആൾക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു കേട്ടോ. മോൻ ഓർമ്മയുണ്ട് ബർത്ത്ഡേ ഭയങ്കര രീതിയിലാണ് ആഘോഷിക്കണതെന്നുള്ള. അതിൻ്റെ വീഡിയോസൊക്കെ എല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് കേശുവിൻ്റെ ബർത്ത്ഡേ കളറാക്കി. അപ്പോൾ തലേ ദിവസം രാത്രി തന്നെ ഇവിടെയുള്ള ചേട്ടന്മാരെല്ലാവരും ചേർന്നാണ് നമുക്ക് ഈ ലൈറ്റും കാര്യങ്ങളും എല്ലാം ഒക്കെ ഒരുക്കി തന്നത്. അങ്ങനെ കേശുവിൻ്റെ ബർത്ത്ഡേ നമ്മൾ അടിച്ചു പൊളിച്ച് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും പോയി. അത് കഴിഞ്ഞുള്ള കലാശക്കൊട്ടാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം മാർച്ച് മാസത്തിൽ നടന്ന സംഭവങ്ങളാണ്. കേശുവിൻ്റെ ബർത്ത്ഡേ ആഘോഷവും ആറ്റുകാൽ ഉത്സവവും പനീരമൂട്ടിലെ പൊങ്കാലയും എല്ലാം. അത് കഴിഞ്ഞ് കരിക്കകം പൊങ്കാല എത്തി. അപ്പോൾ കരിക്കകം പൊങ്കാലയും ഒരു മിനി ആറ്റുകാലെന്ന് വേണമെങ്കിൽ പറയാമല്ലോ. ഭയങ്കര തിരക്കും കാര്യങ്ങളുമാണ്. അപ്പോൾ നമ്മൾ എവിടെ ഇരിക്കുമെന്നൊക്കെ ആലോചിച്ചിരുന്നപ്പോഴാണ് ഇതൊരു എൻ്റെ ഒരു സബ്സ്ക്രൈബർ വർഷയാണ്. പുള്ളിക്കാരി ഇങ്ങോട്ട് എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു, ചേച്ചി കരിക്കകത്ത് പൊങ്കാലയ്ക്ക് വരുന്നെങ്കിൽ എൻ്റെ വീട്ടിൽ പോകുന്നു, ഞാനിവിടെ അടുപ്പെല്ലാം കൂട്ടി വയ്ക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്.
അതും ഒരു വലിയ അനുഗ്രഹമായിട്ട് നമ്മൾ കാണുമായിരുന്നു. അത്രയ്ക്ക് തിരക്കാണ്. കരിക്കകത്ത് പൊങ്കാലയ്ക്ക് പോയിട്ടുള്ളവർക്ക് അറിയാമല്ലോ, നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഇരിക്കേണ്ടി വരും. അതും ചിലപ്പോൾ നല്ല കൊട്ട വെയിലത്തൊക്കെ ആയിരിക്കും ഇരിക്കേണ്ടി വന്നത്. അങ്ങനെ പുള്ളിക്കാരിയുടെ വീട്ടിൽ, പുള്ളിക്കാരുടെ വീടെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരിയുടെ തറവാട് വീടാണ്, അവരുടെ കുടുംബ വീടാണ്. അപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഞങ്ങൾ 3 ആളുണ്ടെന്ന് പറഞ്ഞപ്പോഴേക്ക് അവർ 3 അടുപ്പെല്ലാം കൂട്ടി വെച്ചിരുന്ന്. പിന്നെ ഇതാ ഞങ്ങൾ വരാറായപ്പോൾ കേശുവിനായിട്ട് ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ട് കളിപ്പാട്ട് ടോയ്സൊക്കെ വർഷ വാങ്ങി തന്നായിരുന്നു. അങ്ങനെ നല്ല എന്ത് പറയാനായിട്ട് നല്ല ഐശ്വര്യമായിട്ട് അവരെ വീട്ടിലിരുന്ന് പൊങ്കാല ഇടാനായിട്ടൊക്കെ പറ്റി. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ തിരിച്ചു പോകാനായിട്ടൊക്കെ ഇറങ്ങിയാണ്. അതും ഒത്തിരി സന്തോഷമായിരുന്നു. കഴിഞ്ഞതിൻ്റെ ഇപ്പോൾ 2023 നമ്മൾ പൊങ്കാലിടാൻ പോയപ്പോഴും ഒരുപാട് പാടുപെട്ട് നമ്മൾ പോയത്. പാടുപെട്ടെന്ന് പറഞ്ഞാൽ ചെന്ന് നമുക്ക് അടുപ്പ് പിടിക്കാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ ഞാൻ അന്നാണ് വർഷ ആദ്യമായിട്ട് കാണുന്നതും. അപ്പോൾ വർഷ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്നതുകൊണ്ട് ഐശ്വര്യമായിട്ട് ആറ്റുകാൽ പൊങ്കാലയല്ല, കരിക്കകത്ത് പൊങ്കാല ഇടാനും പറ്റി 2024. അതുപോലെ തന്നെ നമ്മൾ ആദ്യമായിട്ട് നോമ്പെടുത്തതും ഈ ഒരു വർഷമായിരുന്നു. ഏപ്രിൽ മാസമായിരുന്നേ നോമ്പ് വരണത്. ഞാനും അനന്തവും കണ്ണനും കൂടെയാണ് നോമ്പ് പിടിച്ചത്. ഇന്നേ വരെ ഞങ്ങൾ നോമ്പെടുത്തിട്ടേ ഇല്ല. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാനും പിള്ളേരിപ്പോൾ അവരുടെ സമയമായി വരണതല്ലേ ഉള്ളൂ. അങ്ങനെ നമ്മൾ എന്തോ ലാസ്റ്റൊക്കെ ആയപ്പോഴേക്കും ഒരു 6:30 മണി എന്തോ ആയിരുന്നു കേട്ടോ സമയം. ആ സമയം 6 മണി കഴിഞ്ഞപ്പോൾ വിശപ്പൊട്ട് സഹിക്കാൻ പറ്റിയില്ല. അങ്ങനെ നമ്മൾ നല്ല അടിപൊളിയായിട്ട് നോമ്പൊക്കെ പൂർത്തിയാക്കിയിട്ട് നോമ്പ് മുറിച്ച സമയമാണ് കേട്ടോ ഈ കാണുന്നത്. അതിനെല്ലാം അവിടെ നിരത്തി വെച്ചിരിക്കുകയാണ് കഴിക്കാനായിട്ടൊക്കെ. അങ്ങനെ അതുവരെ ഒരു 5 മണി 5:30 മണിയൊക്കെ ആയപ്പോഴേക്കും സത്യം പറഞ്ഞാൽ നമ്മൾ വെള്ളം പോലും കുടിക്കാതെ നിൽക്കുകയല്ലേ, ഭയങ്കര ബുദ്ധിമുട്ട്. വ്രതം പിടിച്ചിട്ടുണ്ട് ഞാൻ, ഇതിനൊക്കെ മുന്നേ ഒരുപാട് വ്രതം എടുത്തിട്ടുണ്ട്. പക്ഷെ നോമ്പ് അതിനേക്കാളും കഠിനമായിരുന്നു. അപ്പോഴാണ് എടുത്തുകൊടുത്ത സമയത്ത് വിചാരിച്ചു അയ്യോ ഇനി ഇതൊന്നും നടക്കില്ല എന്ന്. പക്ഷെ നമ്മൾ നോമ്പ് മുറിച്ച് എല്ലാം കഴിഞ്ഞപ്പോഴേക്ക് പിള്ളേരും പറയണം മാമി നമുക്ക് അടുത്ത വർഷം വീണ്ടും എടുക്കണമെന്ന്. ദൈവം സഹായിച്ചാൽ ഈ വർഷം വീണ്ടും എടുക്കണം. അത് കഴിഞ്ഞ് ആ മാസമായിരുന്നു ജീവിതത്തിൽ ആദ്യമായിട്ടൊരു ഫോട്ടോഷൂട്ട് നടത്തുന്നത്. അതും വിഷുവിനായിരുന്നു. അപ്പോൾ വിഷുവിനായിട്ടുള്ള ഫോട്ടോഷൂട്ട് ഞങ്ങളുടെ വീട്ടിൽ വെച്ചാണ് ചെയ്യണത്. അതാകുമ്പോൾ കുറച്ച് തനിമയുള്ള വീടും കൂടെ അല്ലേ. അങ്ങനെ എല്ലാവരും വിഷു ഡ്രസ്സിലേക്ക് റെഡി ആയിട്ട് വന്നിരിക്കുകയാണ്. ഞങ്ങളുടെ ഒരു മാമൻ്റെ മോൻ തന്നെയാണ് ഫോട്ടോഷൂട്ട് എടുക്കാനായിട്ട് വന്നത്. അങ്ങനെ എല്ലാവരും ഫോട്ടോഷൂട്ടിന് റെഡി ആയിട്ട് നിൽക്കുകയാണ്. വിഷുവിന് ഏകദേശം ഒരാഴ്ച മുന്നേ ആയിരുന്നു ഞങ്ങളുടെ ഈ ഫോട്ടോഷൂട്ട്. അപ്പോൾ അതും 2024 ആദ്യത്തെ സംഭവമായിരുന്നു. ഇന്നേ ഒരു ഫോട്ടോഷൂട്ട് നമ്മൾ എടുത്തിട്ടില്ല. ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അതുപോലെ എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു നല്ലൊരു ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യണമെന്ന്. അപ്പോൾ നമ്മൾ അതിനുള്ള വിഷുവിനുള്ള കണിയെല്ലാം പിന്നെ കണിക്കൊന്നും ഇഷ്ടം പോലെ വീട്ടിലുണ്ടായിരുന്നു. അങ്ങനെ വിഷു എത്തുന്ന മുമ്പേ കണിയൊക്കെ ഒരുക്കി ഞങ്ങൾ വിഷുവിൻ്റെ ഫോട്ടോഷൂട്ട് നടത്തുകയാണ്. പിന്നെ ഇതാ വിഷു എത്തി. വിഷുവിൻ്റെ തലേന്ന് കണിയെല്ലാം ഒരുക്കി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. നാളെ അതിരാവിലെ എഴുന്നേറ്റ് കണി കാണണമല്ലോ. അങ്ങനെ പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് കണിയൊക്കെ കണ്ട് ഇനി എല്ലാവരെയും കണി കൊണ്ട് കാണിക്കണമല്ലോ. പിന്നെ ഓരോരുത്തരായിട്ട് ഇതാ കണി കാണിക്കാനായിട്ട് ഞാൻ വിളിച്ചുകൊണ്ട് വരെയാണ്. നമ്മളെ പിന്നെ കണി കാണിക്കാനൊന്നും ആരുമില്ലല്ലോ. നമ്മൾ തപ്പിത്തടഞ്ഞൊക്കെ വന്നിട്ട് കണി കണ്ട്. പിന്നെ എന്ത് പറയാനായിട്ട്, കളി കണ്ടെന്നും പറയാൻ പറ്റില്ല. തപ്പിത്തടഞ്ഞ് വന്നെന്ന് പറഞ്ഞാലും ഇതുപോലെ കണ്ണ് പൊത്തിക്കൊണ്ട് ഒന്നൊന്നുമല്ലല്ലോ കണി കണ്ടത്. നമുക്ക് പിന്നെ അതൊന്നും കുഴപ്പമില്ല. ഭഗവാൻ നമ്മൾക്ക് ഇവിടെ കാണുമല്ലോ നമ്മൾ എന്ത് ചെയ്യുന്നതിനും. അങ്ങനെ അമ്മയെ കൊണ്ട് വന്ന് കണി കാണിക്കുകയാണ്. ഇനി ചേട്ടനെ കൊണ്ട് കണി കാണിക്കണം. അപ്പം നമ്മൾ അതുപോലെ തന്നെ എല്ലാ വിഷുവിനും കേശുവിനെ ഇങ്ങനെ കൃഷ്ണവേഷം കെട്ടിക്കും. കൃഷ്ണവേഷം കെട്ടിച്ചിട്ട് എൻ്റെ വീട്ടിലും നാത്തൂൻ്റെ വീട്ടിലൊക്കെ കൊണ്ടുപോകും. അപ്പോൾ അതുവരെ കേശുവിന് ഞാനൊരു കോസ്റ്റ്യൂം വാങ്ങിച്ച. കേശുവിന് ഒരു വയസ്സിന് മുന്നേ ഒരു കോസ്റ്റ്യൂം വാങ്ങിച്ചതായിരുന്നു ഫ്ലിപ്കാർട്ടിൽ നിന്ന്. അപ്പോൾ അത് പക്ഷേ 3 വയസ്സ് വരെ പറ്റുള്ളൂ കേട്ടോ. ഈ വർഷം ആ കോസ്റ്റ്യൂം കേശുവിന് പറ്റിയില്ല. അങ്ങനെ ഞാൻ അല്ലാണ്ട് കേശുവിന് ഉടുപ്പിച്ചൊക്കെ ഒരു തട്ടുടുപ്പിക്കുമ്പോഴേക്ക് ഉടുപ്പിച്ച് അല്ലാണ്ട് കൃഷ്ണനാക്കി നിർത്തിയിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞുള്ള കൈനീട്ടമാണല്ലോ ഏറ്റവും പ്രധാനം. അങ്ങനെ അമ്മ എന്തെന്ന് വെച്ചാൽ പെൻഷൻ കിട്ടുന്ന പൈസയൊക്കെ വെച്ചിട്ട് എല്ലാവർക്കും അമ്മയുടെ വകയായിട്ട് കൈനീട്ടം തരും. അങ്ങനെ കേശുവിനാണ് ആദ്യത്തെ കൈനീട്ടം കിട്ടിയത്. അങ്ങനെ എല്ലാ കൈനീട്ടമൊക്കെ വാങ്ങി
അങ്ങനെ നേരെ എൻ്റെ വീട്ടിലാണ് വന്നത്. എന്താ പറയുക, കേശുകൃഷ്ണനായിട്ട്. അങ്ങനെ ഇവിടെ വന്ന് അവർക്കുള്ള കൈനീട്ടം അങ്ങോട്ടും കൊടുത്ത് അവരുടെ കയ്യിൽ നിന്ന് കൈനീട്ടം വാങ്ങി നമ്മൾ നേരെ പോയത് രമ്യ ചേച്ചിയുടെ വീട്ടിലായിരുന്നു. അവിടെ ഇത് തന്നെയാണ് സമ്പ്രദായം. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഏപ്രിലുള്ള നമ്മുടെ സന്തോഷങ്ങൾ. ഇതെല്ലാം നിങ്ങൾ കണ്ടതാണ്, എന്നാലും ഞാനൊരു റിമൈൻഡർ പോലെ എനിക്ക് തന്നെ കാണാൻ വേണ്ടി ഒന്നും കൂടെ ഇതൊക്കെ ഒന്ന് കാണിക്കണമെന്നേ ഉള്ളൂ. 2024 എങ്ങനെയായിരുന്നെന്ന് ഇതൊക്കെ കണ്ടപ്പോഴേ ഞാനും ഇങ്ങനെ പഴയ ആ 2024 ആ ദിവസങ്ങളിലൂടെ ഇങ്ങനെ കടന്നു പോകും പോലെയാണ് തോന്നിയത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വിഷു സദ്യയൊക്കെ ഒരുക്കി. അപ്പോൾ ഇനി ഉച്ചയായപ്പോഴേക്കും ഇനി വിഷു സദ്യ ഉണ്ണണം. അതാണ് ഞങ്ങളുടെ അടുത്ത പരിപാടി. അങ്ങനെ എല്ലാവരുമായിട്ടിരുന്ന് വിഷു സദ്യ ഉണ്ണയാണ്. ചേട്ടൻ എത്താൻ പറ്റിയില്ല കേട്ടോ, കുറച്ച് താമസിച്ചു. ചേട്ടന് പിന്നെ കട ഉള്ളതുകൊണ്ട് എല്ലാം അറിയാം. വരാനായിട്ട് ഇറങ്ങുമ്പോഴായിരിക്കും ചിലപ്പോൾ കസ്റ്റമർ വരണത്. അപ്പോൾ അങ്ങനെ പിന്നെ അന്ന് രാത്രി, വിഷുവിൻ്റെ അന്ന് രാത്രി തന്നെയായിരുന്നു കോലത്തേരത്തെ ആറാട്ടും. പിന്നെ ഞങ്ങൾ വിഷു സദ്യയൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ ആറാട്ടിനാണേ പോയത്. പിന്നെ കോലത്തേരത്തെ ആറാട്ട് ഭയങ്കര സംഭവമാണ് കേട്ടോ. നമ്മുടെ നാട്ടിലെ വലിയ ആറാട്ടും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഈ വർഷം അത്രയ്ക്ക് അങ്ങോട്ട് കളറായില്ല കഴിഞ്ഞ വർഷത്തേക്ക് അപേക്ഷിച്ച്. ഒരു മരണവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഉത്സവത്തിൻ്റെ പൊലിപ്പ് കുറച്ചൊന്ന് വേണമെങ്കിൽ പറയാം. അരികിൽ നിന്നകലാതെ ഇരിക്കാം, മിഴി രണ്ടും നനയുമ്പോൾ തുണയായി. പിന്നെ മനസ്സിലായല്ലോ, ഈ ഏപ്രിൽ മാസത്തിൽ തന്നെയാണ് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി വരണതും. അത് കഴിഞ്ഞ് മെയ് മാസത്തിലാണ് ഞങ്ങളിതാ ഈ ആളെ കൂടെ നമ്മൾ കൂടെ കൂട്ടിയത്. അപ്പോൾ ഒരു എന്താ പറയുക, ആക്റ്റീവ് ആയി ഉണ്ടായിരുന്നു. അത് ഏകദേശം അതിൻ്റെ കട്ടയും പടവും മടങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് നമ്മളിതാ ഇവിടെ സൂം എടുത്തത്. അപ്പോൾ എന്താ പറയുക, കേശുവും കൂടെ ആയിട്ട് വന്നിട്ട് എടുക്കണ വണ്ടി ഇതാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ കഴക്കൂട്ടം ദിയെന്നാണ് കേട്ടോ സൂം എടുത്തത്. അപ്പം നമുക്ക് സൂമിൻ്റെ അടുത്തൊരു പ്രത്യേക ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു. ചേട്ടൻ കുറേ ദിവസം കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു നല്ല വണ്ടിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന്. പക്ഷേ അതെനിക്ക് സർപ്രൈസ് ആയിരുന്നു. ഞാനും അറിഞ്ഞില്ല. പുള്ളിക്കാരനെല്ലാം ബുക്ക് ചെയ്ത് എല്ലാം ആയതിന് ശേഷമാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് വണ്ടി എടുക്കണം എന്നുള്ള കാര്യം. വണ്ടി എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന, പക്ഷേ ഇത്രയും പെട്ടെന്ന് എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കേശുവിന് സ്കൂൾ തുറക്കുന്ന മുമ്പേ വണ്ടി എടുക്കണമെന്നായിരുന്നു ചേട്ടൻ്റെ മനസ്സിൽ. പുതിയ വണ്ടിയിൽ വേണം കേശുവിന് സ്കൂളിൽ കൊണ്ടുപോകാനെന്ന്. അങ്ങനെ കേശുക്കുട്ടനാണ് സൂമിൻ്റെ കീയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചത്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ മെയിലുള്ള നമ്മുടെ ജീവിതത്തിലെ ഒരു സന്തോഷം. 2024 ജൂൺ മാസമാണ് നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത വേറൊരു മാസം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കേശു ആദ്യമായിട്ട് സ്കൂളിൽ പോയത് ഈ 2024 അപ്പോൾ അതാ കേശുവിൻ്റെ അംഗൻവാടിയിലെ അവസാനത്തെ ദിവസമാണ് ഇത്. അങ്ങനെ ടീച്ചറിൻ്റെയൊക്കെ അനുഗ്രഹം വാങ്ങിക്കാനാണ് ഞങ്ങളും കൂടെ പോയത്. അങ്ങനെ ടീച്ചറിൻ്റെ കാല് തൊട്ട് തൊഴുത്, അതുപോലെ തന്നെ അവിടെയുള്ള ആയയുടെ കാല് തൊട്ട് തൊഴുത്. കേശുവിൻ്റെ ആദ്യത്തെ ടീച്ചറും ആയ ആൻറ്റിയൊക്കെ അല്ലേ അത്. അങ്ങനെ എല്ലാവരുടെ അനുഗ്രഹത്തോടു കൂടി വേണമല്ലോ മോൻ സ്കൂളിൽ പോകാനായിട്ട്. അപ്പോൾ കേശുവിൻ്റെ അംഗൻവാടി ജീവിതം ഇന്നത്തോടെ ഇവിടെ അവസാനിക്കുകയായിരുന്നേ. അപ്പോൾ കേശുവിന് അതിനെപ്പറ്റി അറിയില്ല, ഇങ്ങനെ പറയണമെങ്കിൽ അത്രയ്ക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഇവിടെ ഒരുപാട് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ കേശുവിനുണ്ടായിരുന്നു. ഞങ്ങളുടെ വീട്ടിൻ്റെ തൊട്ടടുത്താണല്ലോ അംഗൻവാടി. ഇവിടെ നിന്ന് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിറങ്ങിയപ്പോൾ ഭയങ്കര ഒരു സങ്കടം തോന്നി കേട്ടോ എനിക്കും. പിന്നെ എന്താ കേശുവിൻ്റെ ട്യൂഷൻ സാറാണ്. ട്യൂഷൻ സാർ വന്നപ്പോഴേക്ക് അവൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങിയാണ്. എല്ലാവരും അനുഗ്രഹത്തോടു കൂടെ വേണം കേശു സ്കൂളിലോട്ട് പോകാനായിട്ട്. അങ്ങനെ കേശുക്കുട്ടൻ സ്കൂളിലേക്ക്. അപ്പോൾ അവിടെ നിന്ന് നേരെ ചെന്ന് അച്ഛൻ്റെയും അമ്മേനെയും കണ്ട് അവരുടെ കാലൊക്കെ തൊട്ട് തൊഴുത് അനുഗ്രഹം വാങ്ങിച്ചിട്ട് പിന്നെ പോയത് അപ്പയുടെയും മാമൻ്റെ അടുത്താണ്. അവരുടെ കാലൊക്കെ തൊട്ട് തൊഴുത് അനുഗ്രഹം വാങ്ങിച്ചിട്ട് പിന്നെ നേരെ ഭാരതീയ വിദ്യാഭവൻ മൺവിളയിലേക്ക്. അതാണ് കേശുവിൻ്റെ സ്കൂള്. അങ്ങനെ കേശുക്കുട്ടൻ പഠിക്കാനായിട്ട് LKGയിൽ ആദ്യമായിട്ട് സ്കൂളിലേക്ക് വരികയാണ്.
നമ്മൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. കേശുവിന് അത്രയ്ക്ക് ഇത്രയല്ലേ അറിയുള്ളൂ, ഒരു സ്കൂളാണ് എന്തോ എനിക്കറിയില്ല, മോൻ എൻ്റെ അവൻ്റെ മനസ്സിൽ എന്തൊക്കെയായിരുന്നായിരിക്കും ആ സമയത്തെല്ലാം എന്ന്. അങ്ങനെ ഞങ്ങളിതാ സ്കൂളിലെത്തി. പിന്നെ ഈ പറയും പോലെ ഒരുപാട് നല്ല സൗഹൃദങ്ങൾ, നല്ല ഫ്രണ്ട്സിനെ എനിക്കും കിട്ടി. കേശുവിനൊപ്പം എനിക്കും എന്താ കുറേ ഫ്രണ്ട്സിനെ കിട്ടി ഈ സ്കൂളിൽ നിന്ന്. കേശുവിൻ്റെ ഫ്രണ്ട്സിൻ്റെ അമ്മമാർ നമ്മളൊരു 3-4 പേരുണ്ട്. നമ്മൾ എന്ത് പറയാനായിട്ട് നല്ല നല്ല കൂട്ടായി. പെട്ടെന്ന് ഇപ്പോൾ ഇത്ര മാസമേ ആയുള്ളൂ കേശുവിൻ്റെ സ്കൂൾ തുറന്നിട്ട്, പക്ഷേ ഒരുപാട് വർഷത്തെ സൗഹൃദം പോലെ അങ്ങനെ കിട്ടി. എനിക്ക് കുറേ ഫ്രണ്ട്സിനെ എനിക്കും കിട്ടി. അതിലൊന്നാണ് ലക്ഷ്മി, ദീപ്തി ചേച്ചി, പിന്നെ ശ്രുതി, പിന്നെ രഞ്ജു. അങ്ങനെ നമ്മളൊരു 3-4 പേരുണ്ട് കേട്ടോ. അത് പെട്ടെന്ന് നമ്മൾ തമ്മിൽ ഭയങ്കര ബോണ്ടിങ് ആയി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെ കുറേ നല്ല സൗഹൃദങ്ങൾ എനിക്കും കിട്ടി. പിന്നെ ആ ജൂൺ മാസത്തിൽ തന്നെയാണ് ഞങ്ങൾ കടയ്ക്കൽ പോയത്. അപ്പോൾ കടയ്ക്കൽ പോയതെന്ന് വെച്ചാൽ എല്ലാവരുമായിട്ട് പോയത്. എൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരുമായിട്ട് കടയ്ക്കൽ വന്നതും ഈ മാസമായിരുന്നേ, ജൂണിൽ. കേശുവിൻ്റെ സ്കൂൾ തുറന്ന് ഒരാഴ്ച കഴിഞ്ഞ് ഒരു ശനിയാഴ്ച ദിവസം എന്താണ് ഞങ്ങൾ പോയത്. അവിടെ ചെല്ലുമ്പോൾ പിന്നെ അറിയാമല്ലോ, നാട്ടിൻപുറമല്ലേ, ചെന്ന പാടെ ചക്കയും മാങ്ങയും അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല 2 ദിവസമായിരുന്നു കേട്ടോ അവിടെ ചെല്ലുമ്പോൾ. അത് കഴിഞ്ഞ് ജൂലൈ മാസം ആയപ്പോഴേക്ക് ഇളയ നാത്തൂൻ്റെ ഹസ്ബൻഡ് അജയൻ ചേട്ടൻ ഗൾഫിൽ നിന്ന് വരെയാണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്താണല്ലോ എയർപോർട്ട്. അങ്ങനെ പുള്ളിക്കാരൻ ഗൾഫിൽ നിന്ന് എപ്പോൾ വന്നാലും അങ്ങനെ തന്നെയാണ്, നേരെ വീട്ടിൽ വരും ചേച്ചിയായിട്ട്. അങ്ങനെ വീട്ടിൽ വന്ന് അവർ പിന്നെ അവിടെ കുറച്ച് സമയം ഇരുന്ന് അമ്മയ്ക്കൊരു പുതിയ ഫോണൊക്കെ കൊണ്ട് കൊടുത്തായിരുന്നു കേട്ടോ. അമ്മ പിന്നെ തറയിലൊന്നും അല്ല, പുതിയ ടച്ച് ഫോണൊക്കെ കിട്ടിയപ്പോഴേക്ക് അങ്ങനെ എന്താ പറയട്ടെ, അങ്ങനെ കുറേ നല്ല ഓർമ്മകളായിരുന്നു ജൂലൈ മാസത്തിൽ. അങ്ങനെ അവർ വന്ന് കുറേ സമയം ഇരുന്ന് അവർ ആഹാരമൊക്കെ കഴിച്ചതിന് ശേഷം അവർ പോയി. പിന്നെ ആ മാസത്തിലെ വലിയൊരു ചടങ്ങായിരുന്നു കർക്കിടക വാവ്. അങ്ങനെ കർക്കിടക വാവിൻ്റെ അന്ന് രാവിലെ തന്നെ ഞാൻ പിതൃക്കൾക്ക് വെച്ച് കൊടുക്കുകയാണ്. പല്ല് തേക്കാനായിട്ട് വെച്ച് കൊടുക്കണമെന്നൊരു സങ്കല്പമുണ്ട്. പിന്നെ അമ്പലത്തിലൊക്കെ പോയി തൊഴുത് പ്രാർത്ഥിച്ച് വീട്ടിൽ വന്ന് കാപ്പിയൊക്കെ കുടിച്ച് ഇനി നമ്മൾ കാപ്പി തൊട്ട് വെച്ച് കൊടുക്കും. ഇഡ്ഡലി സാമ്പാർ ആദ്യം കാക്കയ്ക്ക് വെച്ച് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് പിതൃക്കൾക്ക് വെച്ച് കൊടുക്കണമെന്നൊരു സങ്കല്പമാണല്ലോ. അങ്ങനെ സദ്യയൊക്കെ ഉണ്ടാക്കി നമ്മൾ ഓണത്തിൻ്റെക്കാളും വിശേഷപ്പെട്ട രീതിയിൽ സദ്യ ഉണ്ടാക്കുന്നത് കർക്കിടക വാവിനാണ്. ആ സദ്യ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കും. അത് കഴിഞ്ഞ് ഓഗസ്റ്റ് മാസം ആയപ്പോഴേക്കും, ഓഗസ്റ്റ് 15 അറിയാമല്ലോ, ഇൻഡിപെൻഡൻസ് ഡേ. മോന് ഏറ്റവും ഇഷ്ടമുള്ള വേഷമാണ് പട്ടാള വേഷം. അപ്പോൾ കേശു പട്ടാളക്കാരനായിട്ട് തന്നെയായിരുന്നു അന്നത്തെ പെർഫോമൻസ് സ്കൂളിലത്. സത്യം പറഞ്ഞാൽ നമുക്കിങ്ങനെ സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞ സമയം എന്ന് പറയില്ല, അതുപോലൊരു നിമിഷമായിരുന്നു മോൻ ഇങ്ങനെ പട്ടാളക്കാരനായിട്ട് സ്റ്റേജിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ. അത് കഴിഞ്ഞ് പിന്നെ ഉള്ളത് ആടി അറുതിയായിരുന്നേ. കർക്കിടകം ലാസ്റ്റ് ആകുമ്പോൾ നമ്മൾ ആദിയും വ്യാധിയും ദുരിതങ്ങളും എല്ലാം നമ്മൾ കൊണ്ട് കളയണമെന്നൊരു സങ്കല്പം ഉണ്ടല്ലോ. അപ്പോൾ ഒരു പൊട്ടിയ വട്ടിയും അതുപോലെ തന്നെ ഒരു തുറപ്പയുടെ ബാലൻസും പിന്നെ ഉപ്പ് പുളി അങ്ങനെയുള്ള മുളക് അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളുമായിട്ട് നമ്മൾ ആടി കളയണം. അപ്പോൾ ആ ചടങ്ങാണ് ഇവിടെ നടന്നത്. അതോടുകൂടെ കർക്കിടകം തീർന്ന്. പിന്നെ ചിങ്ങം പറഞ്ഞിട്ട് അഷ്ടമി രോഹിണിയാണ്. അഷ്ടമി രോഹിണിക്ക് നമുക്ക് വേറെ ഒരുപാട് പ്രത്യേകതയുണ്ട്. നമ്മുടെ വീട് പാല് കാച്ചിയതും അഷ്ടമി രോഹിണിക്കായിരുന്നു. അപ്പോൾ അഷ്ടമി രോഹിണി ഞങ്ങൾ നല്ല രീതിയിൽ ആഘോഷിച്ച് കഴക്കൂട്ടത്ത് കൃഷ്ണൻകോവിലൊക്കെ പോയി പിന്നെ അവിടെ പോയിട്ടൊക്കെ വന്നിട്ട് പിന്നെ നമ്മളൊരു സദ്യ ഉണ്ടാക്കിയൊക്കെ കഴിച്ച്. അഷ്ടമി രോഹിണിയിലെന്നും ഞങ്ങൾ അങ്ങനെ സദ്യ ഉണ്ടാക്കാറുണ്ട്. കൃഷ്ണൻ്റെ പിറന്നാളല്ലേ, അതുമല്ല നമ്മുടെ വീടിൻ്റെയും പിറന്നാളാണെന്ന്. അങ്ങനെ അഷ്ടമി രോഹിണിയും ദൈവം സഹായിച്ച് നമുക്ക് നന്നായിട്ട് തന്നെ ആഘോഷിക്കാനായിട്ട് പറ്റി. പാൽപ്പായസമൊക്കെ ഉണ്ടാക്കി കൃഷ്ണന് വെച്ച് കൊടുത്ത് ആനന്ദം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇനി അഷ്ടമി രോഹിണി സദ്യ ഉണ്ണാനായിട്ട് പോവുകയാണ്. അഷ്ടമി രോഹിണി സദ്യ ഉണ്ണാനായിട്ട് പോവുകയാണെന്നല്ല, ഉണ്ട് കഴിഞ്ഞ്. ഇതെല്ലാം നിങ്ങളെൻ്റെ വീഡിയോസിൽ കണ്ടിട്ടുള്ളത് തന്നെയായിരിക്കും. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഇതും കൂടെ ഒന്ന് കണ്ടേരെ എൻ്റെ 2024 എങ്ങനെയായിരുന്നു എന്ന് ഞാൻ എന്നെ തന്നെ ബോധ്യപ്പെടുത്തിയതാണ്. ഭയങ്കര രസം തോന്നി കേട്ടോ. കഴിഞ്ഞ ഒരു വർഷം ഇങ്ങനെ വീണ്ടും ഒന്നുകൂടെ കണ്ടപ്പോഴേക്കേ എന്തെല്ലാം സംഭവങ്ങളാണല്ലേ നമ്മൾ ആഘോഷിച്ച് നമ്മളെ ജീവിതത്തിൽ നടന്നൊക്കെ പോയത്. അതിൽ ഒരംശം മാത്രമേ കാണിക്കുന്നുള്ളൂ. പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇപ്പോൾ വീണ്ടും എടുത്ത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത്.
അങ്ങനെ അഷ്ടമി രോഹിണി സദ്യ ഇവിടെ ഉണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. വാത്സല്യം താരാട്ടായി തരുമച്ചൻ ാട്ടുന്ന പാട്ട് വലിട്ടെഴുതുമ്പോൾ നോക്കുവാനുള്ളൊരു ഭാൽ കണ്ണാടിയൻ അച്ഛൻ്റെ കണ്ണുകൾ വലിട്ടെഴുതുമ്പോൾ നോക്കുവാനുള്ളൊരു ഭാൽ അപ്പോൾ ഈ മാസത്തിൽ തന്നെയായിരുന്നു അച്ഛൻ്റെ പിറന്നാൾ വന്നതും. കാണിപ്പൊന്നിൻ കമ്മലണിഞ്ഞ് കുന്നിമണി മാലയണിഞ്ഞ് കുഞ്ചി കുഞ്ചി കുറുമ്പുമ്പോൾ പുഞ്ചിരി പാല കുറുക്കുന്നൊരോർമ്മ. അത് കഴിഞ്ഞ് സെപ്റ്റംബർ മാസത്തിലാണ് അനിയത്തി ഗൾഫിൽ നിന്ന് വന്നത്. അനിയത്തിയും ഹസ്ബൻഡും ഉണ്ട്. അനിയത്തിയും അനിയനും കൂടെ ഗൾഫിൽ നിന്ന് എത്തി. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അനിയത്തി എവിടെ, അനിയത്തി കാണിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞാണ് അനിയത്തി വന്നത്. ഇനി മിക്കവാറും അടുത്ത ഓണത്തിനായിരിക്കും അവരുടെ വരവ്. അങ്ങനെ കേശു കുറേ ആഗ്രഹിച്ചതായിരുന്നു ട്രോളി ബാഗ്. അങ്ങനെ കേശുവിനുള്ള ട്രോളി ബാഗും സമ്മാനങ്ങളും ഒക്കെ ആയിട്ടായിരുന്നു അവരുടെ വരവ്. പിന്നെ ആയല്ലോ സെപ്റ്റംബർ മാസത്തിൽ തന്നെയാണ് നമ്മുടെ ഓണവും. അങ്ങനെ അത്തത്തിൻ്റെ അന്ന് തൊട്ട് 10 ദിവസം വരുന്ന എനിക്ക് ആ രീതിയിൽ തന്നെ അത്ത ഇടാനും എല്ലാ കാര്യങ്ങൾക്കും പറ്റി. അത് തന്നെ വലിയ സന്തോഷമായിരുന്നു. നമ്മൾ തിരുവനന്തപുരംകാരുടെ അത്തം ഇങ്ങനെയാണ്. അപ്പോൾ ആ ട്രഡീഷണലായിട്ട് തന്നെ അത്ത ഇടാനൊക്കെ പറ്റി. പാട്ടിനഴകൊടു കൂട്ടുകൂടും നേരം നല്ലോണം നമ്മൾ കോണം തുടിതാളം മഴയുടെ മേളം നീണ്ടു നിൽക്കും നറവനതാളം പരിചകളുടെ വേരുളി മേളം നെഞ്ചിനു താളം നിലവിനു മേളം
അങ്ങനെ ഈ വർഷം ഓണം അടിച്ചു പൊളിക്കാനായിട്ടൊക്കെ പറ്റി കേട്ടോ. അത് നല്ല ദൈവത്തിൻ്റെ സഹായം കൊണ്ട് നന്നായിട്ട് തന്നെ ആഘോഷിക്കാനായിട്ട് പറ്റി. പിന്നെ ഇതാ രണ്ടാം ഓണത്തിൻ്റെ അന്ന് നമ്മുടെ വീട്ടിലായിരുന്നു ഓണം. എല്ലാവരും കൂടെ ചേർന്ന് കളിയും കാര്യങ്ങളുമായിട്ട് അതങ്ങ് ഉഷാറാക്കി. നല്ല രസമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അന്ന് രാത്രി ഞങ്ങൾ ഓണാഘോഷം കാണാനായിട്ട് ഇവിടെ മാനവീയം വീതിയൊക്കെ ഇല്ലേ, ആ ഒരു ഭാഗത്തോട്ടൊക്കെ പോയി. പിന്നെ അറിയാലോ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്. അത് കഴിഞ്ഞ് അടുത്ത ദിവസം അടുത്തല്ല കന്നി 5-ൻ്റെ അന്നാണ് ഞങ്ങൾ അയിലത്തോട്ട് വന്നത്. ഞാൻ അയിലത്തോട്ട് വന്നിട്ട് ഒരുപാട് നാളായി. അമ്മയുടെ സ്ഥലമാണ് അയിലം. ഇപ്പോൾ കുഞ്ഞമ്മയാണ് ഇപ്പോൾ അവിടെ താമസിക്കുന്നത്. എന്താ പറയാനായിട്ട് ഞാൻ ജനിച്ചിട്ട് നേരെ പോയ വീട് അമ്മയുടെ അയിലത്തെ വീട്ടിലോട്ടാണ്. ഇപ്പോൾ ഒരുപാട് വർഷമായി ഇങ്ങോട്ട് വരാൻ പറ്റാറേ ഇല്ലായിരുന്നു. അങ്ങനെ കുറേ വർഷങ്ങൾക്ക് ശേഷം 2024 എനിക്ക് എൻ്റെ അയലത്തോട്ട് വീണ്ടും വരാനായിട്ട് പറ്റി. നമുക്ക് ചെല്ലാൻ പറ്റാതിരിക്കുമ്പോഴാണല്ലോ അവിടെ ഒരുപാട് മിസ് ചെയ്യണതും അവിടെ എന്തൊക്കെയോ നമ്മൾ ഒരുപാട് സ്നേഹിച്ചിരുന്ന ആ സ്ഥലം എന്നൊക്കെ മനസ്സിലാക്കണതും. അത് കഴിഞ്ഞ് സെപ്റ്റംബറിൽ ഒരുപാട് സന്തോഷങ്ങൾ തന്നിട്ട് ഒക്ടോബർ മാസമായപ്പോഴേക്ക് അനിയത്തിയും അനിയനും തിരിച്ചു പോവുകയാണ് ഗൾഫിൽ. അപ്പോൾ വന്നിട്ട് പോകുമ്പോൾ ഭയങ്കര സങ്കടമാണല്ലോ. അങ്ങനെ ഞങ്ങൾ അവരെ യാത്രയാക്കാനായിട്ട് എല്ലാവരുമായിട്ട് എയർപോർട്ടിലൊക്കെ വന്ന് ഞാനിപ്പോൾ ചേട്ടനെ കൊണ്ട് യാത്രയാക്കി വന്ന് ചേട്ടൻ ആ ഗൾഫിൽ ഇരുന്നതിന് ശേഷം ഇപ്പോഴാണ് അവളെ യാത്രയാക്കാനായിട്ട് എയർപോർട്ടിൽ പോണത് കേട്ടോ. അപ്പോൾ ഈ പറയും പോലെ വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അവർ തിരിച്ചു പോകുമ്പോഴേക്ക് എല്ലാവർക്കും സങ്കടവും കാര്യങ്ങളും ഒക്കെ അല്ലേ. അങ്ങനെ അവർ വന്ന് ഒരു മാസം പോയത് അറിഞ്ഞതേ ഇല്ലായിരുന്നു. വന്ന് അടിച്ചു പൊളിച്ച് ഓണമൊക്കെ ആഘോഷിച്ച് അടിപൊളിയായിട്ട് സന്തോഷമായിട്ട് അവർ തിരിച്ചു പോയി. പിന്നെ ഒക്ടോബർ മാസത്തിൽ തന്നെയായിരുന്നു പൂജവെപ്പ് വന്നതും. അങ്ങനെ പൂജവെപ്പിൻ്റെ തലേന്നാണ് ഇത്. അപ്പോൾ പൂജ വയ്ക്കാനുള്ള സാധന സാമഗ്രികളെല്ലാം ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ തട്ടാക്കിയൊക്കെയാണ് വെക്കണത്. ഏതൊക്കെ ദൈവങ്ങളെ കിട്ടുമോ അതെല്ലാം വയ്ക്കും. നമുക്ക് പ്രധാനമായിട്ട് സരസ്വതിയാണല്ലോ. അപ്പോൾ സരസ്വതി ദേവീനെ കഴിഞ്ഞേണ്ടി ഇപ്പോൾ 2023 ഞങ്ങൾ പോയി ലുലുന്ന് വാങ്ങിക്കൊണ്ട് വന്നൊരു വിഗ്രഹമാണ് കേട്ടോ. അങ്ങനെ നല്ല രീതിയിൽ എന്താ പറയുക പൂജ വെച്ച് പിറ്റേന്ന് രാവിലെ പൊങ്കാല ഇടണമല്ലോ. അങ്ങനെ പിറ്റേന്ന് രാവിലെയും എന്താ പറയുക ദേവിയുടെ സഹായം കൊണ്ട് ഐശ്വര്യമായിട്ട് പൊങ്കാലയ്ക്ക് ഇടാനായിട്ട് പറ്റി. പിന്നെ പൊങ്കാല മാത്രമല്ലല്ലോ, നമ്മൾ വെള്ളക്കടല അവിക്കും അങ്ങനെ ഒരു ചടങ്ങും കൂടെ ഇല്ലേ, നമുക്ക് മാത്രമേ ഉള്ളെന്നാണ് എനിക്ക് തോന്നുന്നത് തിരുവനന്തപുരം ഭാഗത്തോട്ട്. അങ്ങനെ പൊങ്കാലയൊക്കെ ഇട്ട് വെള്ളക്കടലയൊക്കെ അവിച്ച് അതൊക്കെ കഴിഞ്ഞതാ. ഇനി അതെല്ലാം നേദിക്കണമല്ലോ. അപ്പോൾ അത് നേദിച്ചതിന് ശേഷം പൊങ്കാലയും കടലയൊക്കെ നേദിച്ചതിന് ശേഷമാണ് പൂജ എടുക്കണത്. അങ്ങനെതാ ആ ചടങ്ങൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇനി പൂജാരിന് ഞാൻ ഹാൻഡ് ഓവർ ചെയ്യും. ഇനി ബാക്കി കാര്യങ്ങൾ പൂജയെടുപ്പും കാര്യങ്ങളൊക്കെ അടുത്ത പൂജാരിക്ക് ഹാൻഡ് ഓവർ ചെയ്തിരിക്കുകയാണ്. ചേട്ടനാണ് ആ കാര്യങ്ങളെല്ലാം നോക്കണത്. അപ്പോൾ പൂജ എടുക്കൽ ചടങ്ങാണ് ഈ നടക്കുന്നത്. പൂജ എടുക്കണമെന്ന് പറയുമ്പോൾ അറിയാമല്ലോ, നമ്മൾ ബുക്കെല്ലാം ഒന്ന് അനക്കി എല്ലാം ഒന്ന് തട്ടി നമ്മൾ പൂജ വയ്ക്കുമ്പോൾ പിന്നെ അനക്കാറില്ലല്ലോ. അനക്കി കഴിഞ്ഞ് പൂജ എടുത്തതാവുമല്ലോ. അങ്ങനെ ദീപവും ധൂപവും ആരതിയൊക്കെ കൊടുത്തതിന് ശേഷം പൂജ ഇളക്കി. ഇനി ഇവിടുന്ന് പൂജ ഇളക്കിയിട്ട് വേണം, നമ്മൾ കടയിലും പൂജ വെച്ചിരിക്കുകയാണ്, അവിടെ പോയിട്ട് അവിടുത്തെ പൂജയും കൂടെയൊക്കെ ഇളക്കണം. അപ്പോൾ ഇതായിരുന്നു ഒക്ടോബറിൽ നടന്ന സംഭവങ്ങളെല്ലാം. ഇത്രയും സമയം സന്തോഷങ്ങളുള്ള കാര്യങ്ങളാണ് പറഞ്ഞതെങ്കിൽ ഇനി അങ്ങോട്ട് ദുഃഖങ്ങളാണ്. അപ്പോൾ ഈ മാസമാണ് കുടുംബത്തിലെ 2 മരണങ്ങൾ നടന്നത്. ഒന്ന് ചേട്ടൻ്റെ കുഞ്ഞമ്മ, ഒരു അസുഖം ഇല്ലായിരുന്ന ആളാണ്. എന്താ പറയാനായിട്ട് പെട്ടെന്നായിരുന്നു കുഞ്ഞമ്മയുടെ മരണം. അത് കഴിഞ്ഞിട്ട് എൻ്റെ വല്യച്ഛൻ മരിച്ച്. കുഞ്ഞമ്മ മരിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് എൻ്റെ വല്യച്ഛൻ മരിച്ചത്. വല്യച്ഛൻ പിന്നെ സുഖമില്ലാതെ കിടക്കുകയായിരുന്നു. ഒരു സമാധാനമെങ്കിലും ഉണ്ട്. പക്ഷേ കുഞ്ഞമ്മയുടെ കാര്യം അങ്ങനെയല്ല, ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു മരണമായിരുന്നു. സൈലൻ്റ് അറ്റാക്ക് ആയിരുന്നു പുള്ളിക്കാരിക്ക്. ഇപ്പോഴും ആർക്കും അങ്ങോട്ട് കുഞ്ഞമ്മ മരിച്ചു എന്ന് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടില്ല. പിന്നെ അറിയാമല്ലോ, ഒരു മരണങ്ങളുടെ ഘോഷയാത്ര പോലെ ആയിരുന്നു. നവംബർ ആയപ്പോഴേക്കും, അതായത് വൃശ്ചിക 1-ാം തീയതി ആയിരുന്നു, ചേട്ടൻ്റെ പിറന്നാളും കൂടെ ആയിരുന്നു അന്ന്. നമ്മൾ പിറന്നാളൊക്കെ ആഘോഷിച്ചതായിരുന്നു. അന്ന് രാത്രിയാണ് ചേട്ടൻ്റെ വലിയ മാമൻ മരിച്ചത്. അപ്പോൾ അതുകൊണ്ട് ചേട്ടൻ്റെ പിറന്നാളിൻ്റെ ആഘോഷങ്ങളൊന്നും പിന്നെ ഞാൻ വീഡിയോ ഒന്നും ഇട്ടില്ല. പിന്നെ ഈ ഡിസംബറിൽ എടുത്ത് പറയാനുള്ളത് ക്രിസ്മസ് തന്നെയാണ്. നമ്മുടെ ക്രിസ്മസ് ആഘോഷം ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ, നിങ്ങളെല്ലാവരും കണ്ടതാണ്. ഞങ്ങൾ ചേട്ടൻ്റെ ഫ്രണ്ട് മധുവണ്ണൻ്റെ വീട്ടിലാണ് ക്രിസ്മസ് ആഘോഷിച്ചത്.
അപ്പോൾ എല്ലാവരുമായിട്ട് ക്രിസ്മസ് നല്ല രീതിയിൽ ആഘോഷിച്ച് ഇവിടെ എന്താ പറയുക ആ വീട്ടിൽ. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ക്രിസ്മസ് ഒന്നും ആഘോഷിച്ചില്ല. കാരണം ഇത്രയും മരണങ്ങളൊക്കെ നടന്നതല്ലേ, ചേട്ടൻ്റെ മാമ മരിച്ചിട്ട് 41 ആയില്ല. അതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ ആഘോഷങ്ങൾ വേണ്ടാന്ന് ചേട്ടൻ പറഞ്ഞിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ ഇവിടെ പോയി. ഇവർ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ചേട്ടൻ കൂട്ടുകാരനൊക്കെ. അപ്പോൾ അവിടെ പോയി, അവിടെയാണ് നമ്മൾ ക്രിസ്മസ് എല്ലാം ആഘോഷിച്ചത്. അപ്പോൾ ക്രിസ്മസിൻ്റെ പിറ്റേ ദിവസമാണ് കേക്ക് കട്ട് ചെയ്തതും. തലേ ദിവസം രാത്രി കേക്ക് കട്ടിയണമെന്നുണ്ടായിരുന്നു. കേശു ഉറങ്ങിപ്പോയി. പിന്നെ വിചാരിച്ച അത് തന്നെ നല്ലത്, ക്രിസ്മസ് ആയിട്ട് കേക്ക് കട്ട് ചെയ്തെന്നുള്ള ഇതും വേണ്ടല്ലോ. അങ്ങനെ പിറ്റേന്ന് നമ്മൾ കേക്കെല്ലാം കട്ട് ചെയ്ത് ഞങ്ങളുടെ ക്രിസ്മസും ആഘോഷിച്ച്. അപ്പോൾ ഞങ്ങളുടെ 2024 ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഒരുപാട് നല്ല നല്ല ഓർമ്മകൾ, കുറച്ച് നഷ്ടങ്ങൾ, അങ്ങനെ 2024 കടന്നുപോയി. പിന്നെ ഇനി നിങ്ങളടുത്ത് പറയാത്തത് 2024 ഒരേ ഒരു കാര്യം കൂടെ ഉണ്ട്. അത് പക്ഷേ ഞങ്ങൾ 2025 മാത്രമേ നിങ്ങളോട് പറയുള്ളൂ. അപ്പോൾ 2024 നടന്ന എൻ്റെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളിൽ ആ ഒരൊറ്റ കാര്യം മാത്രമേ ഞാൻ നിങ്ങളോട് പറയാതെ ഉള്ളൂ കേട്ടോ. നമുക്ക് 2025 അറിയാം എന്താണെന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുന്ന അറിയുമ്പോൾ ന്യൂ ഇയറിൻ്റെ തലേന്ന് ജസ്റ്റ് ലുലുവിൻ്റെ അതുവഴിയൊക്കെ കറങ്ങാമെന്ന് വെച്ചിട്ട് അങ്ങനെ പോയതാണ്. ഒരു രക്ഷയുമില്ല. നമ്മൾ ന്യൂ ഇയറൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അതായിരിക്കും ബൈപ്പാസിലോട്ടൊക്കെ ഇറങ്ങണം. ലുലു പിന്നെ അതിനായിട്ടങ്ങ് തയ്യാറായി നിൽക്കുകയാണ്. നോക്കിയാണ് ഭയങ്കര തിരക്ക്, വണ്ടികളൊക്കെ എവിടെയൊക്കെ പാർക്ക് ചെയ്തിരിക്കണമെന്ന് പോലും അറിഞ്ഞൂടാ. പാർക്ക് ചെയ്ത് ഇങ്ങനെ ഞങ്ങളുടെ വീട് വരെ എത്തിയെന്ന് തോന്നണം, അത്രയ്ക്കുണ്ട്. പിന്നെ ഇവിടെ എന്തൊക്കെയോ സംഭവങ്ങൾ, DJ പാർട്ടിയോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് ഓബൈ താമരയിലും അത് തന്നെ പാർട്ടിയൊക്കെ നടക്കുകയായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളിത് കാണുന്നത് FBയിലാണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം, അല്ല യൂട്യൂബിലാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയൊരു വീഡിയോയും പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വർഷം കാണാം. എല്ലാവർക്കും 1000 പുതുവത്സരാശംസകൾ നേരെയാണ്. അടുത്ത വർഷം കാണുമെന്ന് പറഞ്ഞപ്പോഴേ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഓർമ്മയുണ്ട്, നമ്മൾ ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞിട്ട് സ്കൂൾ അടയ്ക്കുമ്പോൾ പറയുമല്ലോ ഇനി നമുക്ക് അടുത്ത വർഷം കാണാമെന്ന്. അതുപോലെ ഞാനും പറയണം അടുത്ത വർഷം കാണാം. പിന്നെ ഇതാ നമ്മുടെ 2025 ആയി കഴിഞ്ഞിരിക്കുകയാണ്. சொல்லி ஆசை உள்ளம் துள்ளுதே.